നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ശ്രീ വിഷ്ണു സഹസ്രനാമം വന്ദന ശ്ലോകം 22. അമൃതാംശുദ്ഭവോ ബീജം ശക്തിർദേവകി നന്ദനഃ ത്രിസാമാഹൃദയം തസ്യ ശാന്ത്യർത്ഥേ വിനിയുജ്യതേ. അമൃതാംശുദ്ഭവ ഇതാണ് ബീജമന്ത്രം. ദേവകി നന്ദന എന്നതാണ് ശക്തി മന്ത്രം. ഹൃദയമന്ത്രം ത്രിസാമാവും ശാന്തി വിനിയോഗവും ആകുന്നു. ഭാവാർത്ഥം: ഋഷി, ഛന്ദസ്, ദേവത, ബീജം, ശക്തി, ഹൃദയം, വിനിയോഗം എല്ലാം മന്ത്രത്തിൻ്റെ അംഗങ്ങളാണ്. അങ്ങനെ അംഗന്യാസത്തോടെ മന്ത്രമായി ജപിക്കണമെങ്കിൽ ഗുരുമുഖത്തു നിന്ന് ഉപദേശം നേടേണ്ടത് ആവശ്യമാണ്. സാധാരണക്കാർക്ക് നാമാവലിയായിട്ടും സ്തോത്രമായും ചൊല്ലാൻ ഗുരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. സഹസ്രനാമം പൂജാരിമാർ മന്ത്രമായി പഠിച്ചു ജപിക്കാറുണ്ട്. അതിനാണ് മന്ത്രത്തിൻ്റെ അംഗങ്ങൾ ആവശ്യമായി വരുന്നത്. നാമാവലിയും സ്തോത്രവും ചൊല്ലാൻ അംഗന്യാസം അറിയേണ്ട ആവശ്യമില്ല. സഹസ്രനാമം പഠിക്കാനുള്ള എളുപ്പവഴി നാമാവലി ചൊല്ലി പഠിക്കുന്നതാണ്. നിർത്തി നിർത്തി ഓരോ നാമം ചൊല്ലുമ്പോൾ വേഗത്തിൽ വാക്കുകൾ മനസ്സിലാകും. സന്ധി ചേർത്ത് വരുന്നതുകൊണ്ടാണ് സഹസ്രനാമം വായിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. കഴിയുന്നതും തെറ്റാതെ ജപിച്ച് പഠിക്കണം. ഒരിക്കൽ തെറ്റായി പഠിച്ചാൽ അതാണ് മനസ്സിൽ ഉറയ്ക്കുക. എത്ര തന്നെ അറിയുന്ന ആളിനും നാവ് പിഴയ്ക്കാം. തെറ്റിച്ച് ചൊല്ലിയാൽ അത് തിരുത്തി വീണ്ടും ചൊല്ലേണ്ടതാണ്. തെറ്റിച്ച് ചൊല്ലിയാൽ കുംഭകർണൻ്റെ അനുഭവം വരുമെന്ന് ഓർക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ പരമഭക്തനായ പൂന്താനം ഭക്തിപ്രകർഷത്തിൽ പത്മനാഭോ മരപ്രഭു എന്ന് ചൊല്ലുമ്പോൾ ചുറ്റും നിന്ന പണ്ഡിതർ കളിയാക്കിയെന്നും അപ്പോൾ ഞാൻ മരപ്രഭുവുമാണ് എന്ന് ഗുരുവായൂർ ശ്രീകോവിലിൽ നിന്ന് അശരീരി ഉണ്ടായി എന്നും പിൽക്കാലത്ത് മരപ്രഭു വിഗ്രഹം സ്ഥാപിച്ചു എന്ന കഥ ഇവിടെ സ്മരിച്ചുകൊണ്ട് ശ്രീ വിഷ്ണു സഹസ്രനാമം 22 വന്ദന ശ്ലോകം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അമൃതാംശുദ്ഭവോ ബീജം ശക്തിർദേവകി നന്ദനഃ ത്രിസാമാഹൃദയം തസ്യ ശാന്ത്യർത്ഥേ വിനിയുജ്യതേ. ഓം നമോ ഭഗവതേ വാസുദേവായ.